അപ്പോൾ ഐറക്കുട്ടി പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് മീൻകുളം ഒന്ന് റെഡിയാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ ബേസിൻ്റെ അകത്ത് നമുക്ക് കുറേ ഗപ്പി മീനുണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ അഴുക്ക് പോലായി, ഒരു പച്ച കളർ പായൽ പിടിച്ച വെള്ളം പോലെ ആയി. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് മീനൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിൽ കുറച്ച് മറ്റേ വാട്ടർ ബാമ്പും വേറെ എന്തോ ഒരു വാട്ടർ പ്ലാന്റും ഉണ്ട്. അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് മൊത്തത്തിൽ മീനെ മൊത്തം ഒന്ന് മാറ്റണം അതിൽ നിന്ന്. അപ്പോൾ ഐറക്കുട്ടി ഓരോന്ന് പിടിച്ചു കൊണ്ടുപോയി ബക്കറ്റിലേക്ക് ഇടുവാണ്. അപ്പാ എന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഇച്ചായനും മോളുമാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എനിക്ക് ഈ മീനിൻ്റെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അറിയത്തുമില്ല, അങ്ങനെയൊന്നും ചെയ്യാറുമില്ല. അപ്പോൾ ഇത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ ഐറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. അപ്പോൾ ഈ ചേച്ചി അപ്പം എന്തായി കാണിക്കുന്നതെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ അന്നക്കുട്ടി ഇരിക്കുകയാണ്. അവർ റോട്ടിക്കൂടെ പോകുന്ന പട്ടീനെയും പൂച്ചേനെയും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അമ്മ എനിക്കൊരു ബ്ലാക്ക് മീനെ കിട്ടി. ഒരു കുഞ്ഞു ഇതല്ലേ എങ്ങോട്ടാ പോകുന്നേ? മീനെ കുറച്ച് കാറ്റി ഇട്ടട്ടെ. അത്രയും പോണ്ട കേട്ടോ. വലുത് വരുമ്പോൾ നമ്മൾ അങ്ങനെ മാറ്റിയില്ലെങ്കിൽ വലുത് ചാടിപ്പോകും. എടാ നിന്നെ കൊണ്ട് പറ്റൂലടാ, മാറിക്ക്. അപ്പോൾ ഈ കൂട്ടുകാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ കുറച്ച് മീനൊക്കെ ഇങ്ങനെ ബക്കറ്റിലേക്ക് പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഐറക്കുട്ടിക്ക് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഇച്ചാനങ്ങനെ മൊത്തത്തിൽ കൊടുക്കത്തുമില്ല, കാരണം പുള്ളിയുടെയും കൂടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ ഈ മീൻ വളർത്തലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ രണ്ടുപേരും ഇങ്ങനെ ഒരു കോംപ്രമൈസിലെത്തിയിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതിനെ അങ്ങ് ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ ഈ മീൻ കിടന്ന വെള്ളം ചെടികൾക്കൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഏകദേശം പകുതി മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്താ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ മൊത്തം ഓട്ടോകളുടെയും വണ്ടികളുടെയൊക്കെ സൗണ്ടാണ്, ഭയങ്കര സൗണ്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇനി ഞാൻ കുറച്ച് ഡാൻസ് കളിച്ച് കാണിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്നതാണ് കൂട്ടുകാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താനെ എന്തൊക്കെയോ പാട്ടൊക്കെ പാടി എന്തൊക്കെയോ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഐറക്കുട്ടിയുടെ ഡാൻസും ഈ മീനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോഴാണ് അത് സംഭവിച്ചത്. അങ്ങനെ ഒരു മീൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മീൻ 2-3 മീൻ താഴോട്ട് ചാടിപ്പോയി. അപ്പോൾ അതിന് ഒരെണ്ണത്തിനെ രക്ഷിച്ച രംഗമാണ് കൂട്ടുകാർ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1-2 ചത്തുപോയെന്നാണ് തോന്നുന്നത്. ബാക്കി വലുതുങ്ങളെയൊക്കെ രക്ഷിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ കുറച്ചുകൂടെ മീനുകൾ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. മൊത്തം ഒറ്റ സ്ട്രെസ്സിൽ ചെയ്യുന്നില്ല. അപ്പം ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.